ഉണ്ണി ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം എന്തെങ്കിലും പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പണിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല കേട്ടോ, എല്ലാം അമ്മ നേരത്തെ എഴുന്നേറ്റ് തീർത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും ഇടനേരം കഴിക്കാനുള്ള ഒരു സ്നാക്സ് പോലെ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ഉണ്ടാക്കുകയാണ്. ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നട്ട്സും അത് കൂടാണ്ട് വീട്ടിലുണ്ടായിരുന്ന കപ്പലണ്ടിയും പൊട്ടുകടലയും അങ്ങനെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നട്ട്സും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ചെയ്തത്, ഒന്ന് ഒഴിച്ചൊന്നുമില്ല, നെയ്യോ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. പക്ഷെ ക്രഷ് ചെയ്തത് ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി, കുറച്ചധികം പൗഡർ ആയിപ്പോയി, കുറച്ച് ഇങ്ങനെ കഷ്ണമായിട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനത്തെ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഈന്തപ്പഴം നെയ്യിലിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ച് രണ്ടും കൂടെ യോജിപ്പിച്ച് ചെറിയ ചെറിയ ലഡ്ഡൂസ് ആക്കുക ചെയ്തത്. പിന്നെ ഈ ബാക്കി വന്ന നട്ട്സിൻ്റെ പൗഡർ ഞാൻ പാൽ കുടിക്കുമ്പോൾ പാലിലിട്ട് കലക്കി അങ്ങനെ കുടിക്കും. പിന്നെ റാഗി കുറുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് അതിലേക്ക് ഈ പൊടി ഇടായിരുന്നു കേട്ടോ. ഈ സമയത്ത് നല്ല ഷുഗർ ക്രേവിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനും കൂടി ഉള്ള ഒരു പോംവഴി എന്നുള്ള രീതിയിലാണ് ഈ ലഡു ഉണ്ടാക്കിയത്. ഇത് ഞാൻ ഡെയിലി 1-2 കഴിക്കും, അതിൽ കൂടുതൽ കഴിക്കാറില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.